Hello everyone, welcome to Groww Malayalam. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 5 സ്റ്റോക്കുകളെ കുറിച്ചാണ്. കുറഞ്ഞ ഡെറ്റ് ഉള്ള എന്നാൽ ഉയർന്ന റിട്ടേൺസ് നൽകിയ 5 സ്റ്റോക്സ്. ഡെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം എന്ന് മലയാളത്തിൽ പറയാം. അപ്പോൾ കടബാധ്യത വളരെ കുറവും അതേസമയം കഴിഞ്ഞ കാലങ്ങളിൽ ഹൈ റിട്ടേൺസ് തന്നിട്ടുള്ളതുമായ 5 കമ്പനികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പലപ്പോഴും ഇൻവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അധികം ഡിസ്കഷൻ നടക്കാത്തൊരു ടോപ്പിക്കായി മാറാറുണ്ട് ഡെറ്റ്. പക്ഷേ ശരിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, കുറച്ചു കാലം മുൻപ് വരെ വളരെ പോപ്പുലർ ആയിരുന്ന ചില കമ്പനികൾ ഇപ്പോൾ പൊളിഞ്ഞ് ബാങ്ക്രപ്സിയുടെ വക്കിലെത്തി നിൽക്കുന്നുണ്ടെന്ന്. സംഭവം എന്താ? പോപ്പുലർ ആയിരുന്നെങ്കിലും ആ കമ്പനികൾക്ക് ഹൈ ഡെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെറ്റിനെ കുറിച്ച് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഡെറ്റ് ഇല്ലാത്ത കഴിഞ്ഞ 5 വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മാക്സിമം റിട്ടേൺസ് തന്നിട്ടുള്ള കമ്പനികളാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിലുള്ള കമ്പനികൾ ഇനി പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നവയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 20,000 crore rupees, റിട്ടേൺ ഓൺ capital employed is more than 15%, debt to equity ratio less than 0.5. Finally, return over 5 years and 1 year is more than 15%. ഇതിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിനെ സംബന്ധിച്ച്. ഇത് സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ ലോങ് ടേം സോൾവൻസിയാണ്. സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകൾ കഴിച്ച് എത്ര അസറ്റ്സ് ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി ബേസിക്കലി നമുക്ക് കാണിച്ചു തരുന്നത് കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റിക്ക് ആനുപാതികമായി എത്ര ലോണുകൾ അല്ലെങ്കിൽ ഡെറ്റ് ഉണ്ട് എന്നാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2:1 അതിൽ കുറവോ ആകുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അതായത് ഉടമസ്ഥരുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള ₹1 ഫണ്ടിന് ആനുപാതികമായി ₹2 വരെ കടം വാങ്ങിയ ഫണ്ട് ആകാം എന്ന്. അതുകൊണ്ട് നമ്മൾ ഡെറ്റ് ടു ഇക്വിറ്റി 0.5ൽ താഴെയുള്ള കമ്പനീസ് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഡെറ്റ് ടു ഇക്വിറ്റിയുടെ ഫോർമുല ഇങ്ങനെയാണ്: ഡെറ്റ് ടു ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. Today's first company, Navin Fluorine International Limited. ഈ കമ്പനി പ്രധാനമായും എൻഗേജ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യാലിറ്റി ഓർഗനോ ഫ്ലൂറൈഡ്സ്, ഇനോർഗാനിക് ഫ്ലൂറൈഡ്സ് ആൻഡ് റെഫ്രിജറേഷൻ ഗ്യാസസ് എന്നിവയുടെ പ്രൊഡക്ഷനിലാണ്. പിന്നെ കോൺട്രാക്ട് റിസർച്ച് ആൻഡ് മാനുഫാക്ചറിംഗ് സർവീസസും ഓഫർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രിയിൽ 20 വർഷത്തിൽ കൂടുതലായി ഇവർ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ 50+ ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഫ്ലൂറിൻ വാല്യൂ ചെയിനിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡൈവേഴ്സിഫൈഡ് ആയ ഒരു പ്രസൻസ് ഉണ്ട് ഈ കമ്പനിക്ക്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്ലൂറോ കെമിക്കൽ കമ്പനീസിൽ ഒന്നാണ് നവീൻ. ഇവരുടെ പ്രൊഡക്ട്സ് അഗ്രോ കെമിക്കൽ, ഫാർമ, റെഫ്രിജറേഷൻ, ഗ്ലാസ് ആൻഡ് സെറാമിക്സ് തുടങ്ങിയ നിരവധി ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ സ്ട്രെങ്ത്തുകൾ. ഫ്ലൂർ സ്പാർ, ക്ലോറോഫോം, സൾഫർ എന്നിവയാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് എന്നതുകൊണ്ട് ഈ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് വോളറ്റിലിറ്റി കമ്പനിയെ ബാധിക്കും. ഓവറോൾ റോ മെറ്റീരിയൽസിന്റെ 40% കൂടുതലും ഫ്ലൂർ സ്പാറിന്റെ പ്രൈസസിലാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് ഹൈലി വോളറ്റൈൽ ആണ്. ചൈനയാണ് ഫ്ലൂർ സ്പാറിന്റെ പ്രധാന ഗ്ലോബൽ സപ്ലയർ. സൗത്ത് ആഫ്രിക്കൻ മൈനേഴ്സുമായി നവീൻ ലോങ് ടേം സപ്ലൈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും റോ മെറ്റീരിയൽ പ്രൈസസിലുള്ള വർധനവ് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലൊക്കെ കുറച്ച് ലാഗ് ഉണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ റോ മെറ്റീരിയൽ പ്രൈസസിന്റെ വോളറ്റിലിറ്റി ഇവരുടെ മാർജിൻസിനെ അഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നവീൻ ഫ്ലൂറിൻ നൽകിയിട്ടുള്ള 5-year റിട്ടേൺസ് 45.17% ആണ്. ഇനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 4,491.2 rupees. PE ratio 80.61, debt to equity 0.31. 5-year sales CAGR 14.41%, return on equity 15.16%, 1-year returns 28.8%, 5-year CAGR returns 45.17%, 200 DMA 4,103.66 rupees, RSI 1450.3. ഇതിൽ നമ്മൾ 2 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജും RSIയും. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 200 DMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി പ്രൈസ് 200 DMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ബെയറിഷ് ആണെന്ന് പറയാം. ഇനി RSIയിലേക്ക് വന്നു കഴിഞ്ഞാൽ 30-ന് താഴെയുള്ള RSI വാല്യൂ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഓവർ സോൾഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു ഡൗൺ ട്രെൻഡ് ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചേക്കാം. ഇതുപോലെ തന്നെ RSI വാല്യൂ എബോവ് 70 ആണെങ്കിൽ അത് ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായേക്കാം. ഇനി സെക്കൻഡ് കമ്പനി ലിൻഡെ ഇന്ത്യ. UK-യിലെ BOC ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡിയറിയാണ് ലിൻഡെ ഇന്ത്യ ലിമിറ്റഡ്. BOC ഗ്രൂപ്പിന് 75% ഷെയർ ഉണ്ട് ഈ കമ്പനിയിൽ. ഈ കമ്പനിയുടെ പ്രധാന ആക്ടിവിറ്റീസ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിസിനൽ ഗ്യാസസ്, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ക്രയോജനിക് ആൻഡ് നോൺ ക്രയോജനിക് എയർ സെപ്പറേഷൻ പ്ലാന്റ്സ് എന്നിവയാണ്. ലിൻഡയുടെ ബിസിനസ് സെഗ്മെന്റ്സിനെ ഗ്യാസ് ആൻഡ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആൻഡ് പ്രൊജക്ട് എഞ്ചിനീയറിംഗ് ഡിവിഷൻ എന്നിങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ഗ്യാസ് ഇൻഡസ്ട്രിയിലെ ലാർജസ്റ്റ് പ്ലെയേഴ്സിൽ ഒന്നാണ് ലിൻഡെ. ഈ ബിസിനസ്സിൽ 75 വർഷത്തെ പാരമ്പര്യമുള്ള ഈ
ഈ കമ്പനിക്ക് ഒരു ഡൈവേഴ്സ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. ലിൻഡെ PLC, BOC ഗ്രൂപ്പ് എന്നിവരുടെ റിസോഴ്സ്ഫുൾ സപ്പോർട്ടും ഇവർക്കുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ സ്ട്രെങ്ത്. ഇനി വീക്ക്നെസ് പറയുകയാണെങ്കിൽ ഇവരുടെ റവന്യൂവിന്റെ 2/3 ഭാഗം വരുന്നത് സ്റ്റീൽ ആൻഡ് അതർ മെറ്റലർജിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ലിൻഡെ ഇന്ത്യ ഈ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് ആൻഡ് സൈക്ലിക്കൽ ഓർ സ്ലോ റവന്യൂ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ലിൻഡെ ഇന്ത്യ നൽകിയിട്ടുള്ള 5-year റിട്ടേൺസ് എന്ന് പറയുന്നത് 46.32% ആണ്. ഇനി പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 3,162.9 rupees, PE ratio 72.09, debt to equity 0.01, 5-year sales CAGR 2.96%, return on equity 12.34%, 1-year returns 16.82%, 5-year CAGR returns 46.32%, 200 DMA 3,098.51 rupees, RSI 14 46.1. Next company SRF Limited. SRF Limited ഒരു മൾട്ടി ബിസിനസ് കെമിക്കൽ കോർപ്പറേഷൻ ആണ്. തുടങ്ങിയത് 1970-ലാണ്. SRF പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇന്റർമീഡിയറ്റ്സ് ആണ്. ഫ്ലൂറോ കെമിക്കൽസ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, പാക്കേജിംഗ് ഫിലിംസ്, ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ആൻഡ് കോട്ടഡ് ആൻഡ് ലാമിനേറ്റഡ് ഫാബ്രിക്സ് ഇതൊക്കെ കമ്പനിയുടെ ഡൈവേഴ്സ് ബിസിനസ് പോർട്ട്ഫോളിയോക്കകത്തുണ്ട്. SRF അവരുടെ ഭൂരിഭാഗം ബിസിനസ് സെഗ്മെന്റ്സിലും മാർക്കറ്റ് ലീഡർ ആണ്. ഫ്ലൂറിൻ കൈകാര്യം ചെയ്യുന്നതിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ SRF ആണ് ഇന്ത്യയിലെ ഏതാനും ചില റെഫ്രിജറൻസിന്റെ ഏക പ്രൊഡ്യൂസർ. പിന്നെ ഇവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസിലുള്ള ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസും എക്സ്പീരിയൻസ്ഡ് മാനേജ്മെന്റും ഇവരുടെ സ്ട്രെങ്ത് തന്നെയാണ്. ഇനി കുറച്ച് ചലഞ്ചസ് നോക്കാം. കമ്പനിക്ക് തുടർച്ചയായി കാപെക്സ് ഇറക്കേണ്ടി വരുന്നുണ്ട്. ഈ കെമിക്കൽ സെക്ടറിലെ പ്രോഫിറ്റബിലിറ്റി ആശ്രയിച്ചിരിക്കുന്നത് പ്രൊഡക്ട്സിന്റെ സക്സസ്ഫുൾ കൊമേഴ്ഷ്യലൈസേഷനിലും കസ്റ്റമേഴ്സിനിടയിലെ സ്വീകാര്യതയിലുമാണ്. അതുകൊണ്ട് തന്നെ റവന്യൂ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാർജിൻസ് നിലനിർത്തുന്നതും എങ്ങനെയാണ് എന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട 2 പോയിന്റ്സ് ആണ്. SRFന്റെ 5-year റിട്ടേൺസ് 47.58% ആണ്. ഇനി ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2,419.3 rupees, PE ratio 32.55, debt to equity 0.42, 5-year sales CAGR 20.86%, return on equity 24.48%, 1-year returns 11.67%, 5-year CAGR returns 47.58%, 200 DMA 2,384.74, RSI 14 38.5. ഫോർത്ത് കമ്പനി വരുൺ ബെവറേജസ്. ബെവറേജ് ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന പ്ലെയറായ വരുൺ ബെവറേജസ് ലിമിറ്റഡ് പെപ്സിക്കോയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ്. 1990s മുതൽ ഇവർ പെപ്സിക്കോയുമായി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പെപ്സിക്കോയുടെ ട്രേഡ് മാർക്കിന് കീഴിൽ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സും നോൺ കാർബണേറ്റഡ് ഡ്രിങ്ക്സും പാക്കേജ്ഡ് വാട്ടറും ഈ കമ്പനി വിൽക്കുന്നുണ്ട്. പെപ്സിക്കോ ബ്രാൻഡുകളായ പെപ്സി, മിറിൻഡ ഓറഞ്ച്, 7up, മൗണ്ടെയിൻ ഡ്യൂ, ട്രോപ്പിക്കാന ജ്യൂസസ്, പിന്നെ വെറൈറ്റി ഓഫ് അതർ ബെവറേജസ് എല്ലാം ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുകയും സെൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കമ്പനി അവരുടെ ഡെറ്റ് കുറച്ചു കൊണ്ടുവന്നു എന്നത് തന്നെ ഇതൊരു അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്നുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് പോസിറ്റീവ് സൈഡ് ഉള്ളത് ഈ കമ്പനി പെപ്സിക്കോയുടെ ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രാഞ്ചൈസി ആണ് എന്നുള്ളതാണ്. നേപ്പാൾ, ശ്രീലങ്ക, മൊറോക്കോ, സാംബിയ ആൻഡ് സിംബാബ്വെ തുടങ്ങി നിരവധി ജോഗ്രഫീസിലായി ഇവരാണ് പെപ്സിക്കോയുടെ ഏക ഫ്രാഞ്ചൈസി. പിന്നെ ഈ കമ്പനിയുടെ പാനീയങ്ങളിൽ അടങ്ങിയിട്ടുള്ള കോണ്ടന്റുകളുമായി ബന്ധപ്പെട്ട നിയമപരമായ ചേഞ്ചസ് എപ്പോഴും ഒരു ചലഞ്ച് തന്നെ ആയേക്കും. കൂടാതെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽസിന്റെയും ക്യാനുകളുടെയും ഡിസ്പോസലുമായി ബന്ധപ്പെട്ടുള്ള എൻവയോൺമെന്റൽ ആസ്പെക്ട്സും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇതിന് പുറമെ VBL ബോട്ട്ലിംഗ് പ്ലാന്റുകളിൽ നിന്നും പുറന്തള്ളുന്ന എഫ്ലുവൻസിന്റെ പാരിസ്ഥിതിക ഇമ്പാക്ട്സും പ്രൊഡക്ട്സിന്റെ ഡിമാൻഡിനെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. VBL നൽകിയിട്ടുള്ള 5-year റിട്ടേൺസ് 50.39% ആണ്. ഇനി ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1,136 rupees, PE ratio 51.3, debt to equity 0.49, 5-year sales CAGR 17.97%, return on equity 18.58%, 1-year returns 77.25%, 5-year CAGR returns 50.39%, 200 DMA 864.23, RSI 14 60.2. ലാസ്റ്റ് കമ്പനി ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ. മുരുകപ്പ ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണിത്. വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റൽ ഫോംഡ് പ്രൊഡക്ട്സ് ആണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. കമ്പനിക്ക് നിലവിൽ 3 പ്രൊഡക്റ്റ് സെഗ്മെന്റ് ഉണ്ട്: എഞ്ചിനീയറിംഗ്, മെറ്റൽ ഫോർജ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് മൊബിലിറ്റി സെക്ടേഴ്സ്. കമ്പനിക്ക് ഡൈവേഴ്സിഫൈഡ് റവന്യൂ സ്ട്രീംസ് ഉണ്ട്. കൂടാതെ ഇവരുടെ മിക്ക ബിസിനസ് സെഗ്മെന്റ്സിലും ടോപ്പ് 3 പൊസിഷനിൽ ഇവരുണ്ട്. CG പവർ എന്ന കമ്പനിയെ ഏറ്റെടുത്തതിലൂടെ സ്വിച്ച് ഗിയർ സെഗ്മെന്റിൽ ഇവർ മാർക്കറ്റ് ലീഡറായിട്ട് മാറുകയും ചെയ്തു. TII ക്ലീൻ മൊബിലിറ്റി എന്ന ഇവരുടെ 100% സബ്സിഡിയറിയിലൂടെ ഇലക്ട്രിക് വെഹിക്കിൾ സ്പേസിലേക്കും ഇവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. കൂടാതെ മറ്റു ചില കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റും ഏറ്റെടുക്കലുകളും ഇവർ നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും 2023 സെക്കൻഡ് ഹാഫിലേക്ക് റവന്യൂ വരും എന്നൊരു പ്രോമിസിംഗ് പ്രോസ്പെക്ട്സും ഈ കമ്പനിക്കുണ്ട്. കാപെക്സ് ആൻഡ് ഓട്ടോമോട്ടീവ് സൈക്കിൾസ് ആണ് ഈ കമ്പനിക്ക് ചലഞ്ച് ആയിട്ടുള്ളത്. ഓട്ടോമൊബൈൽസിനുള്ള ഡിമാൻഡ് സൈക്ലിക്കലാണ്. അത് ബിസിനസ് വോളിയത്തിലും ഓപ്പറേറ്റിംഗ് ലെവറേജിലും ഇമ്പാക്ട് ഉണ്ടാക്കും. അതിന്റെ പുറമെ പവർ കോസ്റ്റിലുള്ള മാറ്റങ്ങളും ഇവരെ ബാധിക്കും. ബൈസിക്കിൾ സെഗ്മെന്റിലുള്ള ഡിമാൻഡ് അത്ര നല്ല രീതിയിലല്ല എന്നതും ഹൈ ഇൻപുട്ട് കോസ്റ്റും പ്രോഫിറ്റ് മാർജിൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ
കൂടാതെ ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ വില വർധനവ് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാനുള്ള കഴിവ് വീക്കാണ്. ഇതെല്ലാം കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു സൈക്കിളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയുടെ 5-year റിട്ടേൺസ് 58.33% ആണ്. ഇനി കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2791.75 rupees, PE ratio 62.62, debt to equity 0.26, 5-year sales CAGR 22.83%, return on equity 28.09%, 1-year returns 73.57%, 5-year CAGR returns 58.33%, 200 DMA 2078.81, RSI 14 61.2. അപ്പോൾ ഇതൊക്കെയാണ് കുറഞ്ഞ ഡെറ്റ് ഉള്ള എന്നാൽ ഉയർന്ന റിട്ടേൺസ് നൽകിയ ആ 5 സ്റ്റോക്കുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഈ ചാനലിലെ എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നന്നായി കാര്യങ്ങൾ പഠിക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.